ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫത്തോസ് കുക്കിംഗ്. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡ്രൈ പ്രോൺസ് കറിയാണ്. ഇത് ചെമ്മീൻ പൊടിയെന്നും കൊഞ്ച് പൊടിയെന്നും പല പല നെയിമിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലുള്ള നോർമൽ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ മീനും ഇറച്ചിയും അല്ലാത്ത നല്ല കറിയാണിത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അതുകൊണ്ട് നമുക്ക് പാനിൽ അടുപ്പത്ത് വയ്ക്കാം. അതിലോട്ട് 5 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ചെറിയുള്ളി ആഡ് ചെയ്ത് സ്ലൈസ് ചെയ്തതാണിത്. എന്നിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പെപ്പർ പൗഡർ ആണെങ്കിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വേണം റോസ്റ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി കൂടെ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് കറിക്ക് എത്ര പുളി വേണം അത്രയും ആഡ് ചെയ്താൽ മതി. നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 5 ഒനിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സ്മോൾ ഒനിയനാണിത്. പിന്നെ ഒരു ടൊമാറ്റോയും 2 ഗ്രീൻ ചില്ലിയും സ്ലൈസ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ബോട്ടിൽ ഗാർഡാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്മോൾ പീസായിട്ട് സ്ലൈസ് ചെയ്തതാണ്. ഇതിന് പല പല പേരുണ്ട് കേട്ടോ. ചുരക്ക, തടിയങ്ക, അങ്ങനെ കുറേ പേരുകളുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് നമുക്ക് ഇളക്കി കുറച്ച് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ഇത് ഇൻഗ്രീഡിയൻസ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഡ്രൈ പ്രോൺസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് 1/2 കപ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പ്രോൺസിന് ഓൾറെഡി ഉപ്പുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് വേണം കറിയിൽ ഉപ്പ് ആഡ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നേരത്തെ ഗ്രൈൻഡ് ചെയ്തെടുത്ത മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എത്ര കറി വേണം അതിനനുസരിച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ കറി ഏതാണ്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കറി പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഡ്രൈ പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കറിയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ഐക്കൺ മറക്കല്ലേ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.